എനിക്കിതിപ്പോൾ ഒരു രോഗമായിട്ട് തീർന്നേക്കാനാണ് കേട്ടോ. രാവിലെയും വൈകുന്നേരം ഈ സാമ്പ്രാണിയുടെ മണം കേട്ടില്ലെങ്കിൽ എനിക്ക് ഉറക്കം വന്നില്ലെന്നേ. അപ്പോൾ വൈകിട്ടായപ്പോഴത്തേക്കും ഒരു ചായ വയ്ക്കാൻ വേണ്ടി അടുക്കളയിലോട്ട് കയറി. അപ്പം എന്നാൽ പിന്നെ ഒരെണ്ണം കത്തിച്ച് വെച്ചേക്കാന്ന് കയറിയിട്ട് അതിനെ കത്തിച്ചട വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പാലടപ്പത്താക്കി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 ഏലക്കയുടെ കുരുവും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചായ ഇത്തിരി റിച്ച് ആയിക്കോട്ടെ എന്ന് കരുതി. അങ്ങനെ ചായയൊക്കെ എല്ലാം തിളച്ച് വന്നപ്പോഴത്തേക്ക് എനിക്കൊരു കോള് വന്ന്. അങ്ങനെ അത് സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് എൻ്റെ ചായ എല്ലാം തണുത്ത് പോയി. പിന്നെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിക്കേണ്ട ചെയ്തത്. അങ്ങനെ തണുത്ത് ഊറ്റിയ ചായ കുടിച്ച ക്ഷീണത്തിന് ഞാൻ ടെറസിൻ്റെ മുകളിലോട്ട് കയറി. എൻ്റെ തക്കാളി കൃഷി എന്ത് പാകമായെന്ന് അറിയാൻ വേണ്ടി ഇപ്പോൾ ഒരു 10-14 വന്നിട്ടുണ്ട് കേട്ടോ. ഇത് വലുതായി കിട്ടിയാൽ മതിയായിരുന്നു തമ്പുരാനെ. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് എനിക്കൊരു 2-3 കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ആമിക്കുട്ടിയുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചേച്ചി അയച്ചെന്നതാണ് കേട്ടോ. അയ്യോ വെള്ളി. എനിക്കാണെങ്കിൽ ഇതിൻ്റെ അകത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര ത്വര. അപ്പം ഞാൻ ഒരെണ്ണം പൊട്ടിച്ച് നോക്കിയിട്ട് അപ്പോൾ അതിൽ ചോക്ലേറ്റ് ആയിരുന്നു. അപ്പോൾ ഞാനത് അങ്ങോട്ട് മാറ്റി വെച്ചു. ബാക്കി 2 പിള്ളേർ വന്നിട്ട് പൊട്ടിക്കാമെന്ന് കരുതിയേ. അപ്പോൾ ആദ്യത്തെ പാക്കറ്റിൽ ഈ ഒരു ബാഗാണ് ഉണ്ടായത്. അത് പിള്ളേർക്ക് സൺഡേ ക്ലാസ്സിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയതാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ബോക്സും പിന്നെ ഒരു വാട്ടർ ബോട്ടിലൊക്കെ ഉണ്ട്. ബോക്സിൻ്റെ ഉള്ളിൽ പെൻസിലും റബ്ബറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ 3ാമത്തെ പാക്കറ്റിൽ ഈ ഒരു ഹാൻഡ് ബാഗ് ആയിരുന്നു കേട്ടോ. ഇത് എനിക്കാണെന്നാണ് തോന്നുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇത്രയും സാധനങ്ങളാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ അനുപമ ചേച്ചിക്ക് താങ്ക് യു കേട്ടോ. പിന്നെ പഴമൊക്കെ ഉണ്ട് കേട്ടോ. റബ്ബറാണേ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ പത്രം കേട്ടോ.